വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 12ാമത്തെ ശ്ലോകം നോക്കാം. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതു കുലക്ഷയം. ഇത്യുക്ത്വാ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതു കുലക്ഷയം. പദങ്ങൾ നോക്കാം. ഇത്യുക്തഃ ധർമ്മരാജേന സർവം തത് സമവർണയത് യഥാനുഭൂതം ക്രമശഃ വിനാ യദുകുലക്ഷയം. എന്നെ നോക്കാം. ധർമ്മരാജേന ഇതി ഉക്തഃ യദുകുലക്ഷയം വിനാ തത് സർവം യഥാനുഭൂതം ക്രമശഃ സമവർണയത്. അർത്ഥം നോക്കാം. ധർമ്മരാജേന, ധർമ്മരാജനാൽ എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിര രാജാവിനാൽ, ഇതി ഉക്തഃ ഈ വിധം ചോദിക്കപ്പെട്ട വിതുരൻ, ഈ വിധം ചോദിക്കപ്പെട്ട അർത്ഥം, ഈ വിധം ചോദിക്കപ്പെട്ട ആരാണ്? വിതുരർ. അപ്പം ഈ വിധം ചോദിക്കപ്പെട്ട, ഇപ്രകാരം പറയപ്പെട്ടവൻ, ഇപ്രകാരം ചോദിക്കപ്പെട്ട വിതുരര് യദുകുലക്ഷയം വിനാ, യദുവംശം നശിച്ചതൊഴികെ, യദുവംശം നശിച്ചതൊഴികെ, യദുകുലനാശമൊഴികെ, തത് സർവം യഥാനുഭൂതം, തത് സർവം മറ്റുള്ളതെല്ലാം, തത് സർവം മറ്റുള്ളതെല്ലാം, എല്ലാറ്റിനെയും യഥാനുഭൂതം തനിക്ക് അനുഭവപ്പെട്ട പ്രകാരം, അനുഭവിച്ച പ്രകാരം, ക്രമശഃ സമവർണയത് യഥാക്രമം വിസ്തരിച്ച് പറഞ്ഞു, സമവർണയത് നന്നായി വർണ്ണിച്ചു, വിസ്തരിച്ച് പറഞ്ഞു എന്നർത്ഥം. ഇങ്ങനെ ധർമ്മപുത്ര രാജാവ് ചോദിച്ചപ്പോൾ വിതുരര് അറിഞ്ഞതും അനുഭവിച്ചതുമായ സകലവും ക്രമത്തിൽ പറഞ്ഞു. ഒന്ന് മാത്രം പറഞ്ഞില്ല. എന്ത്? യദുകുലം നശിച്ച വിവരം, ഭഗവാൻ ഇവിടം വിട്ടു പോയ കാര്യം, യദുകുലം നശിച്ച ആ കാര്യം, അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അത് മാത്രം അദ്ദേഹം അറിയിച്ചില്ല. അതാണ് വിനാ യദുകുലക്ഷയം. യദുകുലം നശിച്ച വിവരം അദ്ദേഹം പറഞ്ഞില്ല. അതൊഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു. വ്യക്തമായോ? എന്താ പറയണത്? ഇപ്രകാരമുള്ള യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് വിതുരര് തൻ്റെ ആ തീർത്ഥയാത്രാ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. യാദവ വംശനാശവും ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമഗമനവും, അതുമാത്രം ആ കാര്യം പറഞ്ഞില്ല. അത് മാത്രം പറയാതിരുന്നു. ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം 12. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. നോക്കാം 13ാമത്തെ ശ്ലോകം. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദയേത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമഃ. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദയേത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമഃ. പദങ്ങൾ നോക്കാം. നന്നു അപ്രിയം, നനു അപ്രിയം, ദുർവിഷഹം നൃണാം സ്വയം ഉപസ്ഥിതം ന ആവേദയേത് സകരുണഃ ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമഃ. അന്വയം നോക്കാം. ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമഃ സകരുണഃ നൃണാം ഉപസ്ഥിതം ദുർവിഷഹം അപ്രിയം സ്വയം നനു ന ആവേദയേത്. എന്താ അർത്ഥം? ദുഃഖിതാൻ, ദുഃഖമുള്ളവരെ എന്നർത്ഥം. ദുഃഖിക്കുന്നവരെ, ദുഃഖമുള്ളവരെ, ദ്രഷ്ടും അക്ഷമഃ, കാണാൻ കഴിവില്ലാത്ത, കാണുവാൻ കഴിവില്ലാത്ത, കാണാനായി കൊണ്ട്, അക്ഷമഃ അശക്തനായ, സകരുണഃ കാരുണികൻ എന്നർത്ഥം. കരുണയുള്ളവനും, നൃണാം
മനുഷ്യർക്ക് ഉപസ്ഥിതം ദുർവിഷഹം അപ്രിയം, മനുഷ്യർക്ക് വന്നകപ്പെട്ട, ഉപസ്ഥിതം എന്ന് പറഞ്ഞാൽ വന്നകപ്പെട്ട, വന്നതും, ദുർവിഷഹം സഹിക്കാൻ പ്രയാസമുള്ള, അപ്രിയം അനിഷ്ടത്തെ, സഹിക്കാൻ പ്രയാസമായതുമായ അനിഷ്ടത്തെ, സ്വയം നനു ന ആവേദയേത് തന്നെത്താൻ പറഞ്ഞറിയിക്കരുതല്ലോ. എന്താ പറയണത്? തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു വിനാ യദുകുലക്ഷയം എന്ന് പറഞ്ഞു. യദുകുലക്ഷയം ഒഴികെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. യദുകുല വംശത്തിൻ്റെ നാശത്തെപ്പറ്റി പറഞ്ഞില്ല. അതിവിടെ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് വിസ്തരിക്കുകയാണ്. യദുകുലക്ഷയത്തെ എന്തുകൊണ്ടാണ് വിതുരർ അറിയിക്കാത്തത്, അതിന് സമാധാനം പറയുകയാണ് ഈ ശ്ലോകം 13-ാമത്തെ ശ്ലോകത്തിൽ. ഈ വിധി അനുസരിച്ച് മനുഷ്യർക്ക് സംഭവിക്കുന്ന, അവർക്ക് സഹിക്കാൻ പ്രയാസമുള്ള വൃത്താന്തങ്ങളെ മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ ശക്തിയില്ലാത്ത, അന്യരുടെ ദുഃഖം കാണാൻ ശക്തിയില്ലാത്ത കരുണയുള്ളവർ, കാരുണ്യവാന്മാർ, അങ്ങനെയുള്ള മനുഷ്യർ അറിയിക്കാറില്ല. എന്തുകൊണ്ട് വിതുരർ യദുകുല വംശത്തിൻ്റെ നാശവും ഭഗവാൻ സുധാമത്തിലേക്ക് പോയ വിവരവും ധർമ്മപുത്രരോട് പറഞ്ഞില്ല? അതിനുള്ള ന്യായം പറയുകയാണ്. മനുഷ്യർക്ക് ഈ വിധിപ്രകാരം സംഭവിക്കുന്ന, അവർക്ക് സഹിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പ്രയാസമുള്ള വൃത്താന്തങ്ങളെ മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ ശക്തിയില്ലാത്ത കാരുണ്യവാന്മാർ അറിയിക്കരുത് എന്ന ന്യായം അനുസരിച്ച് പാണ്ഡവർക്ക് അസഹ്യമായ, അവർക്ക് സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് യദുകുലക്ഷയം എന്നുള്ളത്. യദുകുലം ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അവർ ബോധം കെട്ട് വീഴും. പിന്നെ അവരുടെ കരച്ചിലായി, അവരുടെ ദുഃഖം അത് വിതുരർ കാണേണ്ടി വരും. അപ്പോൾ ആ പാണ്ഡവരുടെ ദുഃഖം കാണാൻ അശക്തനായ ആ വിതുരർ അത് ഉടനെ അറിയിച്ചില്ല. സാവധാനം അവരറിഞ്ഞോളും എന്നുള്ള മട്ടിൽ അദ്ദേഹം അറിയിക്കാതിരുന്നു. യുധിഷ്ഠിരൻ പല ചോദ്യങ്ങളും ചോദിക്കുന്ന സമയത്ത് വിതുരരോട് പ്രത്യേകിച്ചും ആ യദുവംശത്തിൻ്റെ ക്ഷേമം അത് പ്രത്യേകം എടുത്ത് ചോദിച്ചതാണ്. അങ്ങ് തീർത്ഥാടന വേളയിൽ ഈ ദേശസഞ്ചാരത്തിൻ്റെ ഇടയിൽ വിതുരർ യദുവംശം നശിച്ചു എന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ കാര്യം യുധിഷ്ഠിരനോട് പറഞ്ഞില്ല. അതിനുള്ള കാരണം എന്ത് എന്ന് നമുക്കൊക്കെ തോന്നാം. അതിനുള്ള ഉത്തരമാണിവിടെ. മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ ശേഷിയില്ലാത്ത കാരുണ്യവാന്മാർ അവർ കനത്ത ദുഃഖവാർത്തകളെ, സഹിക്കാൻ വലിയ പ്രയാസമുള്ള ദുഃഖവാർത്തകൾ മനഃപൂർവ്വം അവർ പറയാതിരിക്കും, മറച്ചു വയ്ക്കും. അതുതന്നെയാണ് ഇവിടെ ഈ കാര്യത്തിലും ഉണ്ടായത്. അതാണ് ഈ 13-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ കഴിവില്ലാത്തവർ താങ്ങാൻ പറ്റാത്ത ദുഃഖത്തെ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് ന്യായമുണ്ട്. അതുകൊണ്ടാണ് വിതുരർ ആ ദുഃഖവാർത്ത ഇവിടെ അറിയിക്കാതിരുന്നത്. ആ വർത്തമാനം മാത്രം, യദുവംശം നശിച്ചു എന്നുള്ള വാർത്ത, ഭഗവാൻ ഇവിടം വിട്ടു പോയി എന്നുള്ള വിവരം, അത് മാത്രം പറഞ്ഞില്ല. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം 13-ാമത്തെ. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദയേത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമഃ. 14-ാമത്തെ ശ്ലോകം നോക്കാം. കഞ്ചിത് കാലമഥാവാത്സീത് സത്കൃതോ ദേവവത്സുഖം ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. കഞ്ചിത് കാലമഥാവാത്സീത് സത്കൃതോ ദേവവത് സുഖം ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. പദങ്ങൾ നോക്കാം. കഞ്ചിത് കാലം അഥ അവാത്സീത് സത്കൃതഃ ദേവവത് സുഖം ഭ്രാതുഃ ജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിം ആവഹൻ. എന്നെ നോക്കാം. അഥ കഞ്ചിത് കാലം ദേവവത് സത്കൃതഃ ജ്യേഷ്ഠസ്യ ഭ്രാതുഃ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിം ആവഹൻ സുഖം അവാത്സീത്. അഥ പറഞ്ഞ പിന്നെ എന്നർത്ഥം. പിന്നെയും കഞ്ചിത് കാലം കുറച്ചു കാലത്തോളം ദേവവത് സത്കൃതഃ ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ടവനായും ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ടും ജ്യേഷ്ഠസ്യ ഭ്രാതുഃ ജ്യേഷ്ഠഭ്രാതാവിന് ജ്യേഷ്ഠ സഹോദരന്
ശ്രേയസ്കൃത്, ശ്രേയസ്സിനെ ഉണ്ടാക്കുവാനായിട്ട്, ശ്രേയസ് ഉണ്ടാക്കുന്നവനായും തത്വോപദേശമൊക്കെ കൊടുത്ത് തൻ്റെ ജ്യേഷ്ഠന് ശ്രേയസ് ഉണ്ടാക്കുന്നവനായും സർവേഷാം എല്ലാവർക്കും പ്രീതിം സന്തോഷത്തെ ആവഹൻ ജനിപ്പിച്ചും കൊണ്ടും സുഖം അവാത്സീത് സുഖമായി താമസിച്ചു. എല്ലാവർക്കും പ്രീതിയെ ജനിപ്പിക്കുന്നവനായിട്ട് കുറേ കാലം സുഖം അവാത്സീത് സുഖമായി താമസിച്ചു അവിടെ വിതുരര്. എന്താണ് പറയണത്? എന്താണ് ആശയം? എന്താണ്? പിന്നെ വിതുരര് ആ പാണ്ഡവരാൽ, ധർമ്മപുത്രൻ മുതലായ ആ പാണ്ഡവരാൽ ഒരു ദേവനെന്ന പോലെ സൽക്കരിക്കപ്പെട്ടും കൊണ്ട് അവർക്കെല്ലാവർക്കും സന്തോഷത്തെ ജനിപ്പിച്ചും കൊണ്ടും തൻ്റെ ജ്യേഷ്ഠഭ്രാതാവായ ആ ധൃതരാഷ്ട്രർക്ക്, തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് തത്വോപദേശത്തെ ചെയ്തുകൊണ്ടും കുറച്ചു കാലം അവിടെ സുഖമായിട്ട് കഴിഞ്ഞു. പാണ്ഡവന്മാരാൽ സൽക്കരിക്കപ്പെട്ടുകൊണ്ട് വിതുരര് കുറച്ച് ദിവസം ഹസ്തിനാപുരത്തിൽ അങ്ങനെ താമസിച്ചു. തൻ്റെ ജ്യേഷ്ഠനാണ് ആര്? ധൃതരാഷ്ട്രർ. ആ ധൃതരാഷ്ട്രർക്ക് ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിതുരർക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം അദ്ദേഹത്തിന് തത്വോപദേശം കൊടുത്തും കൊണ്ട് കുറച്ചു കാലം അവിടെ താമസിച്ചു എന്നർത്ഥം. ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം 14. കഞ്ചിത് കാലമഥാവാത്സീത് സത്കൃതോ ദേവവത് സുഖം ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. 15-ാമത്തെ ശ്ലോകം നോക്കാം. അബിഭ്രതര്യമാദണ്ഡം യഥാവദഘകാരിഷു യാവദ്ദധാരശൂദ്രത്വം ശാപാദ്വർഷശതം യമഃ. അബിഭ്രതര്യമാദണ്ഡം യഥാവദഘകാരിഷു യാവദ്ദധാരശൂദ്രത്വം ശാപാദ്വർഷശതം യമഃ. പദങ്ങൾ നോക്കാം. അബിഭ്രത് അര്യമാ ദണ്ഡം യഥാവത് അഘകാരിഷു യാവത് ദധാര ശൂദ്രത്വം ശാപാത് വർഷശതം യമഃ. അന്വയം നോക്കാം. യമഃ ശാപാത് വർഷശതം ശൂദ്രത്വം ദധാര യാവത് അര്യമാ അഘകാരിഷു യഥാവത് ദണ്ഡം അബിഭ്രത്. യമഃ യമൻ എന്നർത്ഥം. യമധർമ്മരാജാവ് ശാപാത് ഋഷിശാപത്താൽ, ശാപം ഹേതുവായിട്ട് വർഷശതം 100 വർഷത്തോളം ശൂദ്രത്വം ദധാര ശൂദ്രഭാവത്തെ ധരിച്ചിരുന്നു, ശൂദ്രൻ എന്ന നിലയെ ധരിച്ചിരുന്നു. യാവത്ത് ഇത്രയും കാലം. അങ്ങനെ യമധർമ്മരാജാവ് ഋഷിശാപത്താൽ അവിടുന്ന് മാറേണ്ടി വന്നു. അത്രയും കാലം അജിയമ എന്ന ദേവൻ അഘകാരിഷു യഥാവത്ത് ദണ്ഡം അബിഭ്രത്. അഘകാരിഷു പറഞ്ഞാൽ പാപികളിൽ എന്നർത്ഥം, പാപം ചെയ്യുന്നവരിൽ യഥാവത്ത് വേണ്ട വിധം ദണ്ഡം ദണ്ഡനമുറയെ അബിഭ്രത് ഭരിച്ചു. പാപികളിൽ ദണ്ഡത്തെ യഥാവിധി ഭരിച്ചു. ഇവിടെ വിതുരര് ആര് എന്ന് പറയാണ്. പണ്ട് മാണ്ഡവ്യ എന്ന പേരായിട്ടുള്ളൊരു മുനി, ആ ഋഷിയുടെ ശാപം കൊണ്ട് യമധർമ്മരാജാവ് ഭൂമിയിൽ ശൂദ്രനായിട്ട് ജനിക്കേണ്ടി വന്നു. അതാണ് ആര്? അതാണ് വിതുരര്. മാണ്ഡവ്യ ശാപം കൊണ്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അത്രയും കാലം യമൻ്റെ ജോലി ആര് ചെയ്തു? അതാണ് ഇവിടെ പറയണത്. ആ ശതവർഷാവധി, ആ 100 വർഷം, ആ ശാപകാലത്തിൽ, ആ 100 വർഷം നീണ്ടു നിന്ന ആ ശാപകാലത്തിൽ യമധർമ്മൻ്റെ അധികാരം, ആ ജോലി അത് ഏറ്റു നടത്തിയത് പിതൃക്കളുടെ രാജാവായ അര്യമാവ് എന്ന ദേവനായിരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. യമധർമ്മന് മാണ്ഡവ്യൻ എന്ന മുനിയുടെ ശാപം നിമിത്തം 100 വർഷം ശൂദ്രനായിട്ട് ഭൂലോകത്തിൽ ഇരിക്കേണ്ടി വന്നു. ആ കാലത്ത് യമലോകത്ത് ചെല്ലുന്ന പാപം ചെയ്തവരെ ആരാപ്പം ശിക്ഷിച്ചത് ചോദിച്ചാൽ, ആ സമയത്ത് അവിടുത്തെ യമധർമ്മൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തത്, ആ ജോലി ഏറ്റെടുത്തത് പിതൃക്കളുടെ രാജാവായ അര്യമാവായിരുന്നു ഏറ്റെടുത്തത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ എങ്ങനെയാണ് ഈ യമധർമ്മ രാജാവിന് ഈ മാണ്ഡവ്യമുനിയുടെ ശാപം കിട്ടിയത്? അതിന് പിന്നിലുള്ള കഥ ഉണ്ട്. അത് മഹാഭാരതത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്.
പണ്ട് കള്ളന്മാരെ അന്വേഷിച്ച് നടന്ന രാജഭടന്മാർ ഈ മാണ്ഡവ്യമുനിയുടെ അടുത്തെത്തി. അവിടെ വെച്ച് കള്ളന്മാരെ കണ്ടപ്പോൾ ഈ മാണ്ഡവ്യമുനിയും ആ കള്ളന്മാരിൽപ്പെട്ട ആളാണെന്ന് കണക്കാക്കി അവർ കൊണ്ടുപോയി. രാജകൽപ്പന പ്രകാരം എല്ലാവരെയും ശൂലത്തിൽ കയറ്റി. രാജാവ് ഈ വിവരം അറിഞ്ഞ് വന്നു നോക്കിയ സമയത്ത് ഋഷിയെ നന്നായിട്ട് അറിയാം രാജാവിന്. അത് മഹർഷിയാണ്, യോഗ്യനാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ ശൂലത്തിൽ നിന്ന് ഇറക്കി അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു, ക്ഷമ പറഞ്ഞു, അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു. മഹർഷി അവിടുന്ന് നേരെ പോയത് യമധർമ്മരാജാവിൻ്റെ സന്നിധിയിലേക്കാണ്. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? ശൂലാരോഹണ ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ത് കാരണത്താലാണ് എന്ന് യമധർമ്മനോട് നേരിട്ട് ചോദിച്ചു ഈ മാണ്ഡവ്യമുനി. മഹാതപസ്വിയാണ് അദ്ദേഹം. അപ്പോൾ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് യമധർമ്മരാജാവ് പറഞ്ഞു, അങ്ങ് ബാല്യത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഒരു ശലഭത്തെ, ഒരു പൂമ്പാറ്റയെ അങ്ങ് ആ കുശപ്പുല്ലിൻ്റെ അറ്റത്ത് കുത്തിയിട്ടുണ്ട്. ദർഭപ്പുല്ലുകൊണ്ട്, മൂർച്ചുള്ള ദർഭപ്പുല്ലുകൊണ്ട് കോർത്ത് കളിച്ചിട്ടുണ്ട് പൂമ്പാറ്റയെ, ശലഭത്തെ എന്ന് പറഞ്ഞു. ആ കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ദാ അങ്ങ് അനുഭവിച്ചത്. അത് കേട്ടപ്പോൾ മഹർഷി ചോദിച്ചു, ഈ ബാല്യകാലത്ത് ബുദ്ധി ഉറക്കാത്ത കാല, അക്കാലത്തൊക്കെ അറിയാതെ ചെയ്ത അപരാധത്തിന് ഇത്ര കഠിന ശിക്ഷ അങ്ങ് തന്നുവല്ലോ, അതുകൊണ്ട് അങ്ങ് ശൂദ്രനായിട്ട് ഭവിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് യമധർമ്മരാജാവിന് ശൂദ്രനായി ജനിക്കേണ്ടി വന്നത്. അതാണ് വിതുരര്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷത്രിയനായ ധൃതരാഷ്ട്രർക്ക് ഉപദേശിക്കാനുള്ള യോഗ്യത ആർക്കുണ്ട്? അത് വിതുരർക്കുണ്ട്. കാരണം അത് യമധർമ്മം തന്നെയാണ്. അദ്ദേഹം യമധർമ്മം തന്നെയാണ്, മോശക്കാരനൊന്നുമല്ല. ഇവിടെ വീണ്ടും ആ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് ചെയ്ത തെറ്റിനൊന്നും ഫലമില്ലെങ്കിൽ എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ, വലിയ പ്രായമുള്ളവരെന്ത് ചെയ്യാം, ചെറിയ കുട്ടികളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാം, എന്നാൽ അവർക്ക് പാപം കിട്ടില്ലല്ലോ എന്ന് കരുതി അങ്ങനെ അധർമ്മം ധാരാളം ചെയ്യില്ലേ. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് മാണ്ഡവ്യമുനി പറയുന്നുണ്ട്, ചെറിയ കാലത്ത്, അറിവില്ലാത്ത കാലത്ത് കുട്ടികൾ ചെയ്ത തെറ്റിൻ്റെ ഫലം കുട്ടികൾക്കല്ല, അവരുടെ രക്ഷിതാക്കൾക്കാണ് കിട്ടുക. കാരണം അവരുടെ അശ്രദ്ധ കൊണ്ടാണ് കുട്ടികൾ ചെയ്യണത്. നോക്കൂ, അപ്പം ആ തെറ്റിന് ഫലം ഇല്ലാണ്ടിരിക്കില്ല, അത് അനുഭവിക്കേണ്ടി വരും. ആര്? രക്ഷിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന. അപ്പോൾ എത്ര ജാഗ്രതയോടുകൂടി ഇരിക്കണം രക്ഷിതാക്കൾ. ആ പ്രായത്തിലുള്ള ബുദ്ധി ഉറക്കാത്ത കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്നർത്ഥം. അവരെ നേർവഴിക്ക് കൊണ്ട് നടത്തണം, നല്ലത് ഉപദേശിക്കണം. ഇല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലം രക്ഷിതാക്കൾക്കാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം ഇതാണ്, യമധർമ്മരാജാവിന് മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കിട്ടി. ആ ശാപം കിട്ടാനുള്ള കാരണം അതാണിപ്പോൾ ഈ കഥ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ശൂദ്രനായിട്ട് ഭവിച്ചു. അതാണ് വിതുരർ. അപ്പോൾ യമധർമ്മൻ വിതുരരായി വന്നപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ആരാ? അത് പറഞ്ഞു, അരിയമാവായിരുന്നു. അക്കാലത്ത് അഭിഭ്രത് അരിയമാദണ്ഡം, അരിയമാവായിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ, യമധർമ്മൻ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്തത്. ആ 100 വർഷം അരിയമാവായിരുന്നു അവിടെ ഭരിച്ചത് എന്ന് പറഞ്ഞു. അതാണ് ഈ 15-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നോക്കാം, നമുക്കൊന്നും കൂടി ആ 15-ാമത്തെ ശ്ലോകം വായിക്കാം. അബിഭ്രതര്യമാദണ്ഡം യഥാവദഘകാരിഷു യാവദ്ദധാരശൂദ്രത്വം ശാപാദ്വർഷശതം യമഃ. 16-ാമത്തെ ശ്ലോകം നോക്കാം. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിർലോകപാലാഭൈഃ മുമുദേ പരയാ ശ്രിയാ. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിർലോകപാലാഭൈഃ മുമുദേ പരയാ ശ്രിയാ. പദങ്ങൾ നോക്കാം. യുധിഷ്ഠിരഃ ലബ്ധരാജ്യഃ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിഃ ലോകപാലാഭൈഃ മുമുദേ പരയാ ശ്രിയാ. ഉണ്ടെങ്കിൽ നോക്കാം. ലബ്ധരാജ്യഃ യുധിഷ്ഠിരഃ കുലന്ധരം പൗത്രം ദൃഷ്ട്വാ ലോകപാലാഭൈഃ ഭ്രാതൃഭിഃ പരയാ ശ്രിയാ മുമുദേ. ലബ്ധരാജ്യഃ എന്താർത്ഥം? രാജ്യം ലഭിച്ച, രാജ്യത്തെ പ്രാപിച്ച അല്ലെങ്കിൽ രാജ്യം സിദ്ധിച്ച. യുധിഷ്ഠിരഃ യുധിഷ്ഠിരൻ, ധർമ്മപുത്രൻ. കുലന്ധരം പൗത്രം, കുലന്ധരം വംശത്തെ നിലനിർത്തുന്ന എന്നർത്ഥം, കുലത്തെ നിലനിർത്തുന്ന. പൗത്രം പൗത്രനെ, പുത്രൻ്റെ പുത്രനെ, അതായത് പേരക്കുട്ടിയെ. ദൃഷ്ട്വാ കണ്ടിട്ട്. ലോകപാലാഭൈഃ
ലോകപാല സദൃശന്മാരായ ഇന്ദ്രാദി ലോകപാലന്മാരോട് തുല്യരായ ഭ്രാതൃഭിഹി സഹോദരന്മാരോട് കൂടി പരയാ ശ്രിയാ മുമുദേ, പരയാ ശ്രിയാ വർദ്ധിച്ച ശോഭയോടെ, വർദ്ധിച്ച അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ശോഭയോടെ മുമുദേ മോദിച്ചു, സന്തോഷിച്ചു എന്നർത്ഥം. രാജ്യം ലഭിച്ച ധർമ്മപുത്രർ ഇന്ദ്രാദി ലോകപാലന്മാരോട് സദൃശന്മാരായ സഹോദരന്മാരോടുകൂടെ വംശത്തെ നിലനിർത്തുവാൻ യോഗ്യനായ പൗത്രനെ നോക്കി, ആ പേരക്കുട്ടിയെ നോക്കി പരമസന്തോഷത്തോടെ വിളങ്ങി എന്നർത്ഥം. രാജ്യം ലഭിച്ചവനായ യുധിഷ്ഠിരൻ പൗത്രനായ പരീക്ഷിത്ത് തൻ്റെ പിൻഗാമിയായി രാജ്യം ഭരിക്കും എന്ന ആ വിചാരത്താൽ സന്തുഷ്ടനായി തീർന്നു എന്നർത്ഥം. നോക്കാം, നമുക്കൊന്നുകൂടി വായിക്കാം ആ ശ്ലോകം 16. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിർലോകപാലാഭൈഃ മുമുദേ പരയാ ശ്രിയാ. 17 ശ്ലോകം നോക്കാം. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. പദങ്ങൾ നോക്കാം. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമത് അവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. അന്നെ നോക്കാം. ഏവം ഗൃഹേഷു സക്താനാം തദീഹയാ പ്രമത്താനാം പരമദുസ്തരഃ കാലഃ അവിജ്ഞാതഃ അത്യക്രാമത്. ഏവം എന്താർത്ഥം? ഈ വിധം, ഇപ്രകാരം ഗൃഹേഷു ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ സക്താനാം അതിതാൽപര്യമുള്ളവരും, കുടുംബകാര്യങ്ങളിൽ സക്താനാം ആസക്തി ചേർന്നവരും താൽപ്പര്യമുള്ളവരും തദീഹയാ ആ വ്യാപാരത്താൽ തൽസംബന്ധമായ പ്രവൃത്തിയാൽ പ്രമത്താനാം മതിച്ചവർ എന്നർത്ഥം. അതായത് മതിമറന്നു പോയവരുമായ ജനങ്ങളുടെ, പ്രമത്താനാം പ്രമത്തന്മാരുടെ അല്ലെങ്കിൽ മതിമറന്നു പോയവരുമായ ജനങ്ങളുടെ പരമദുസ്തരഃ കാലഃ അതിദുസ്തരമായ കാലം, അതിദുസ്തരമായ ആയുഷ്കാലം, അവിജ്ഞാതഃ അറിയപ്പെടാത്തതായിട്ട്, അത്യക്രാമത് അതിക്രമിച്ചു അല്ലെങ്കിൽ കടന്നുപോയിരുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? ഇങ്ങനെ മക്കൾ, പേരക്കുട്ടികൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, പുത്രൻ പൗത്രൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ആസക്തന്മാരായി അവരെ പരിപാലിക്കുക, അവരെ നോക്കുക, അവരുടെ മറ്റുള്ള ആ വ്യാപാരങ്ങൾ, അങ്ങനെയുള്ള ഓരോ തിരക്കുകളായിട്ട് അങ്ങനെ മതിമറന്ന് കഴിയുക. അങ്ങനെയുള്ളവരുടെ ആയുഷ്കാലം അവരറിയാതെ തന്നെ കഴിഞ്ഞു പോകുന്നു. അവരറിയണില്ല, സമയം പോണത് അറിയണില്ല, അവരുടെ ആയുസ് കൊഴിഞ്ഞു പോണത് അവരറിയണില്ല. ബ്രഹ്മാവ് മുതലായ കേമന്മാർ, അങ്ങനെയുള്ള ദേവന്മാർക്ക് പോലും ഈ സമയത്തെ തടുക്കാൻ സാധിക്കില്ല, കാലഗതിയെ തടുക്കുവാൻ കഴിയില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ഈ 17 ശ്ലോകത്തിൽ. അങ്ങനെ അനവധി കാലം അങ്ങോട്ട് കഴിഞ്ഞു, 10-15 വർഷം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു, കാലം കഴിഞ്ഞു എന്നർത്ഥം. പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് അതിൽ ആസക്തി ചേർന്ന് അങ്ങനെ ആ വക കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ പോകുമ്പോൾ ആയുസ് പോകുന്നത് അറിയില്ല, അങ്ങനെ കാലം കടന്നു പോയി എന്നർത്ഥം. നോക്കാം നമുക്കൊന്നുകൂടി ആ 17 ശ്ലോകം. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. 18 ശ്ലോകം. വിദുരഃ തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജന്യർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. വിദുരഃ തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത
രാജന്യർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. പദങ്ങൾ നോക്കാം. വിദുരഃ തദഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷത. രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യ ഇദം ഭയം ആഗതം. അന്വയം നോക്കാം. തത് അഭിപ്രേത്യ വിദുരഃ ധൃതരാഷ്ട്രം അഭാഷത. രാജൻ ശീഘ്രം നിർഗമ്യതാം ആഗതം ഇദം ഭയം പശ്യ. എന്താ പറയണത്? തത് അതിനെ പറഞ്ഞ തൊട്ട് മുമ്പ് ഉള്ള ശ്ലോകത്തിൽ പറഞ്ഞ ആ കാലഗതി, കാലത്തെ പറ്റി പറഞ്ഞല്ലോ. ആർക്കും കാലത്തെ അതിക്രമിക്കാൻ സാധിക്കില്ല. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെ ആ കാലാതിക്രമണത്തെ എന്നർത്ഥം. തത്ത് എന്നതുകൊണ്ട് അതിനെ എന്നതുകൊണ്ട് ആ കാലാതിക്രമണത്തെ അഭിപ്രേത്യ കണ്ടറിഞ്ഞ്, അഭിപ്രേത്യ അറിഞ്ഞിട്ട്, വിദുരഃ വിദുരൻ ധൃതരാഷ്ട്രം ധൃതരാഷ്ട്രരോട് അഭാഷത പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജൻ ശീഘ്രം നിർഗമ്യതാം. രാജൻ അല്ലയോ രാജാവേ, ശീഘ്രം പെട്ടെന്ന് വേഗത്തിൽ, നിർഗമ്യതാം നിർഗമിച്ചാലും പുറപ്പെട്ടുകൊള്ളുക, ആഗതം സമീപത്ത് വന്നിരിക്കുന്ന, എത്തിക്കഴിഞ്ഞ എന്നർത്ഥം. സമീപത്ത് വന്നിരിക്കുന്ന ഇതം ഭയം, ഈ ഭയപ്പാടിനെ, ഈ ഭയത്തെ പശ്യ കണ്ടാലും അല്ലെങ്കിൽ നോക്കൂ. ഈ കാലാതിക്രമണത്തെ ശരിക്കറിയുന്ന വിദുരർ തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരോട് പറയാണ്, അല്ലയോ രാജാവേ, അങ്ങോട്ടും താമസിക്കാതെ പുറപ്പെടണം, വരൂ. ഇതാ ഭയം അടുത്തെത്തിക്കഴിഞ്ഞു, സൂക്ഷിച്ചു നോക്കൂ. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ പ്രായപ്പത്രയെന്ന് ശ്രദ്ധിക്കൂ. എന്തെല്ലാം അങ്ങ് അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും കാത്തിരിക്കരുത്, വരൂ, പുറപ്പെടൂ എന്ന് അദ്ദേഹം പറയാണ്, വിദുരർ പറയണം. അതാണ് ഈ ശ്ലോകത്തിൽ, 18ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ആർക്കും തടുക്കാൻ കഴിയാത്ത ആ സമയത്തെ, ആ കാലത്തിൻ്റെ പ്രഭാവത്തെ ശരിക്കറിയുന്ന വിദുരർ ആരാണ്? യമധർമ്മനാണ്, അത് മറക്കരുത്. അങ്ങനെയുള്ള എല്ലാം അറിയുന്ന ആ വിദുരർ, കാലത്തെക്കുറിച്ച് ശരിക്കറിയുന്ന വിദുരർ, കാലം തന്നെയാണ്, യമധർമ്മൻ തന്നെയാണ്. ആ വിദുരർ ഒരു ദിവസം ഏകാന്തത്തിൽ ധൃതരാഷ്ട്രരെ ചെന്ന് കണ്ട് ആ രാജാവിനോട് പറയുകയാണ്, പുറപ്പെടൂ രാജാവേ, നമുക്കൊക്കെ മൃത്യുഭയം അടുത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങൂ, വേഗം ഈ രാജധാനിയെ ഉപേക്ഷിച്ച് പോകാൻ അങ്ങ് തയ്യാറായിക്കൊള്ളൂ. അതാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചത്. ഇവിടെ വിദുരർ മൈത്രേയ മഹർഷിയിൽ നിന്ന് ആത്മതത്വം കേട്ടിട്ട് തിരിച്ചു വരാൻ ഉള്ള കാരണം ഇതാണ്. തൻ്റെ ജ്യേഷ്ഠൻ ആ ധൃതരാഷ്ട്രരെ ഒന്ന് നേരെയാക്കണം, അദ്ദേഹത്തിന് ഈ തത്വാർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് കൃതാർത്ഥനാക്കണം. ഈ ഐഹിക ലോകത്തിൻ്റെ നിസ്സാരത അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കേണ്ട, ഇവിടുന്ന് പുറപ്പെടൂ. ഈ ഭയം അങ്ങ് കാണുന്നില്ലേ? ഈ നാശത്തെ അങ്ങ് അറിയുന്നില്ല, ഈ ശരീരനാശത്തെ അങ്ങ് അറിയുന്നില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറപ്പെടൂ എന്ന് അദ്ദേഹത്തോട് പറയണം. അതാണ് ഈ ശ്ലോകം. നോക്കാം നമുക്കൊന്നുകൂടി ആ 18ാമത്തെ ശ്ലോകം. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജന്യർഗമ്യതാം ശീഘ്രം പശ്യേദം ഭയമാഗതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.